പ്രിയ സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുക. അനുസരണത്തെയും മാനസാന്തരത്തെയും കുറിച്ചുള്ള ഒരു വലിയ ഉപമയാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നത്. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം വിസമ്മതിച്ച മകൻ പിന്നീട് അനുതപിച്ചു പോയി ജോലി ചെയ്തു. എന്നാൽ പോകാമെന്ന് സമ്മതിച്ച രണ്ടാമൻ പോയതുമില്ല. ഈ ഉപമയിലൂടെ വാക്കിനേക്കാൾ പ്രവൃത്തിക്കാണ് ദൈവം പ്രാധാന്യം നൽകുന്നതെന്ന് ഈശോ പഠിപ്പിക്കുന്നു. നികുതി പിരിവുകാരും വേശ്യകളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് ഈശോ പറയുന്നത് അവർ യോഹന്നാൻ്റെ പ്രബോധനങ്ങളിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടതുകൊണ്ടാണ്. ഇത് നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ട ഒരു ഉൾക്കാഴ്ചയാണ്. നാം സഭയുടെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ മാനസാന്തരമില്ലെങ്കിൽ ദൈവരാജ്യം നമുക്ക് അപ്രാപ്യമായേക്കാം. അതിനാൽ നമ്മുടെ ജീവിതം പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും അധിഷ്ഠിതമായിരിക്കണം. പ്രിയ ദൈവജനമേ, ഈ വചനം നൽകുന്ന പ്രധാന പാഠം പാപാവസ്ഥയിലാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ വിളി കേട്ട് അനുതപിക്കുന്ന ഹൃദയമാണ് അവിടുത്തേക്ക് പ്രിയങ്കരം, സ്വീകാര്യം എന്നതാണ്. രണ്ടാമത്തെ മകനെ പോലെ നാം ആമേൻ എന്ന് ചുണ്ടുകൊണ്ട് പറഞ്ഞ് പിന്നീട് ദൈവഹിതം നിറവേറ്റാതിരിക്കരുത്. കർത്താവിൻ്റെ 2ാം വരവ് അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ മാനസാന്തരപ്പെട്ട് നമ്മുടെ ജീവിതം നമുക്ക് നവീകരിക്കാം. ഉണ്ണി യേശുവിനെ വരവേൽക്കാൻ പാപങ്ങളിൽ നിന്നകന്ന് പ്രവൃത്തിയിലൂടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവരാജ്യം നമ്മുടെ പ്രവൃത്തികളിലൂടെ ഈ ലോകത്ത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു.